ഇന്ത്യൻ സൈന്യം പഞ്ചാബ് വഴിക്കും ഗുജറാത്ത് വഴിക്കും ഒക്കെ അരച്ച് കയറി. നമുക്കും ചില്ലറ നാശനഷ്ടങ്ങൾ വന്നു കേട്ടോ. ഗുജറാത്തിലെ ദ്വാരക തുറമുഖം പാകിസ്ഥാൻ ബോംബിട്ടു, നമ്മുടെ ഒരു കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ നമ്മൾ അടിച്ച് കയറിയിട്ട് ലാഹോറിൻ്റെ 1 കിലോമീറ്റർ അടുത്ത് വരെ ചെന്നു. പഞ്ചാബിൻ്റെ സിയാൽകോട്ട് ഭാഗത്തൂടെയും നമ്മുടെ സൈന്യം ഇരച്ചു കയറി. പരിഭ്രമിച്ചു പോയി പാകിസ്ഥാൻ. ലോകരാജ്യങ്ങൾ ആരും നമ്മളെ സഹായിക്കാനുണ്ടായി. അമേരിക്ക ഉണ്ടായില്ല, റഷ്യ ഉണ്ടായി. അന്ന് കോൾഡ് വാർ, ശീതസമരം നിലവിലിരിക്കുകയും 2 ധ്രുവങ്ങളായിട്ട് ലോകം വിഭജിച്ച് നിൽക്കുകയും ചെയ്യുന്ന കാലം. ഏത് യുദ്ധത്തിലും ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ ഇടപെടും. ഒരു ഭാഗത്ത് റഷ്യ ഇടപെട്ടു എന്ന് കേട്ടാൽ മറുഭാഗത്ത് അപ്പം തന്നെ അമേരിക്ക ഇടപെടും. പക്ഷേ നമ്മുടെ കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായി. പക്ഷേ പാകിസ്ഥാൻ അട്ടിക്കിട്ടി വശകേടായി എന്ന് പറഞ്ഞപ്പോൾ റഷ്യയ്ക്ക് നൊന്തു. സോവിയറ്റ് യൂണിയൻ അവർ പെട്ടെന്ന് യുദ്ധത്തിൽ ഇടപെട്ടു. ആയുധങ്ങൾ കൊണ്ടല്ല, യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ട് ഇന്ത്യയോടും പാകിസ്ഥാനോടും യുദ്ധം നിർത്തിവെക്കാൻ പറഞ്ഞു.